ഞങ്ങൾ ജില്ലാ കലക്ടറുമായിട്ട് സംസാരിച്ചു. എല്ലാ സ്ഥലങ്ങളിലുള്ള BLOമാരുമായിട്ട് ബന്ധപ്പെടാൻ വേണ്ടി ശ്രമിച്ചു. BLOമാരുമായിട്ട് സംസാരിക്കുന്ന സമയത്ത് സാധാരണ നിലയിൽ ഒരു അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ BLO ആണ് അത് വെരിഫൈ ചെയ്യേണ്ടത്. BLO വെരിഫൈ ചെയ്യുന്ന സമയത്ത് ബന്ധപ്പെട്ട രാഷ്ട്രീയ കക്ഷികളുടെ BLAമാരുണ്ടാവും. ആ BLAമാർക്ക് വിവരങ്ങൾ കൈമാറണം. അങ്ങനെ വിവരങ്ങൾ കൈമാറിയതിൻ്റെ അടിസ്ഥാനത്തിൽ BLAമാർക്ക്, ബൂത്ത് ലെവൽ ഏജന്റുമാർക്ക് എന്തെങ്കിലും ഒബ്ജക്ഷൻ ഉണ്ടെങ്കിൽ അത് പറയാനുള്ളൊരു അവസരം കൂടിയാവും അത്. ആ വിവരത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് BLOമാർ പരിശോധന നടത്തി, അവർ ഫീൽഡ് വെരിഫിക്കേഷൻ നടത്തി ആക്സെപ്റ്റ് ചെയ്തിട്ട് റിപ്പോർട്ട് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് ഹിയറിംഗ് ഒക്കെ നടത്തിയിട്ട് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കേണ്ടത്. പക്ഷേ പ്രാദേശികമായി പരിശോധിക്കുന്ന സമയത്ത് ഇത്രയൊന്നും വോട്ട് വന്നതായിട്ട് BLOമാർക്ക് അറിയില്ല. മിക്കവാറും എല്ലാ ബൂത്തുകളിലും നിസ്സാരമായ വോട്ടുകൾ അപേക്ഷയായിട്ട് വന്നതായിട്ടാണ് BLOമാർ പറയുന്നത്. അപ്പോൾ BLOമാർ അറിയാതെ, ഫീൽഡ് വെരിഫിക്കേഷൻ നടത്താതെ BLA, വിവിധ രാഷ്ട്രീയ കക്ഷികളുടെ BLAമാർ പോലും, വേറെ ആരെങ്കിലും അറിയുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല, എന്തിനാൽ ഞങ്ങൾ അറിയുന്നില്ല, BLAമാർ അറിയാതെ വോട്ട് ചേർത്തുകൊണ്ടിരിക്കുകയാണ്. ഇത് അങ്ങേയറ്റം അസാധാരണമായിട്ടുള്ള കാര്യമാണ്. BLOമാർ അറിയാതെ, ഇപ്പം ഞാൻ എൻ്റെ ഫോൺ നമ്പർ ഉപയോഗിച്ചുകൊണ്ട്, ലോഗിൻ ID ഉപയോഗിച്ചുകൊണ്ട് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുമ്പോൾ അതേ ID ഉപയോഗിച്ച് OTP ഉപയോഗിച്ച് ഞാൻ ലോഗിൻ ചെയ്യുന്ന സമയത്ത് വേറെ ഏതോ ഒരു വോട്ട് അതിനകത്ത് കയറി വരികയാണ്. ഇങ്ങനൊരു സംഭവം ഉണ്ടാണെങ്കിൽ അത് സാധാരണ നിലയിൽ സർവർ കൈകാര്യം ചെയ്യുന്ന ആളുകൾക്ക് മാത്രമേ അങ്ങനെ ചെയ്യാൻ വേണ്ടി കഴിയൂ. അപ്പോൾ സർവർ കൈകാര്യം ചെയ്യുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. ഈ പറഞ്ഞ കാര്യം എന്താണ്, ഞാൻ ഇപ്പോഴും ഇതിൻ്റെ അപ്പുറത്ത് എന്തെങ്കിലും പറയാൻ ഉദ്ദേശിക്കുന്നില്ല. എങ്ങനെയാണ് ഇത് സംഭവിച്ചത്? ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടി വന്ന ഫോറം ഇവിടുന്ന് ചേർക്കാതെ ഒരാളുടെ ലോഗിൻ ID എങ്ങനെ കയറി വന്നു? BLOമാർ അറിയാതെ എങ്ങനെയാണ് 90,000-ലേറെ വോട്ട്, ഇപ്പോൾ ഇന്നത്തെ കണക്കനുസരിച്ച് 1 ലക്ഷം കടന്നു എന്നാണ് ഞാൻ അറിയുന്നത്, 1 ലക്ഷത്തിലേറെ വോട്ട് എങ്ങനെയാണ് ചേർത്തത്? BLOമാർ അറിയാതെ വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ആയി എന്നുള്ള റിപ്പോർട്ട് എങ്ങനെയാണ് പോകുന്നത്? ഓട്ടോ ജനറേറ്ററായിട്ട് പോകുന്നതാണോ? എങ്ങനെയാണ് ഈ സംഭവിക്കുന്നത്? അത് ഗൗരവത്തിൽ പരിശോധിക്കണം. അസാധാരണമാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ ആകെ 90,000-ലേറെ അപേക്ഷ മാത്രമാണ് ലഭിച്ചിരുന്നത്. പിന്നീടാണ് ഹിയറിംഗ് നടത്തി അതിൽ ചിലത് മാത്രമാണ് അക്സെപ്റ്റ് ചെയ്തത്. എന്നാൽ ഇപ്പോൾ അപേക്ഷ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ 2 ലക്ഷത്തിലേറെയാണ്. നിലവിൽ 1 ലക്ഷത്തിലേറെ വോട്ട് കൂട്ടിച്ചേർത്ത് കഴിഞ്ഞു. ആ കൂട്ടിച്ചേർക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഇവിടെ പരിശോധിച്ച് നോക്കിയാൽ ഇടതുപക്ഷം ശക്തമായ മത്സരം നടത്തുന്ന മണ്ഡലങ്ങളിലാണ് കൂടുതലായി വോട്ടുകൾ കൂട്ടിച്ചേർത്തത്. ഇപ്പം ഞാൻ ജില്ലാ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥനോടും അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷനോടും ആവശ്യപ്പെടുന്നത്, അസാധാരണമായ വിധത്തിൽ എവിടെയെങ്കിലും നിയമവിരുദ്ധമായി വോട്ട് കൂട്ടിച്ചേർക്കപ്പെട്ടിട്ടുണ്ടോ? ഇക്കാര്യം പരിശോധിക്കണം. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ഉൾപ്പെടെയുള്ള ആളുകളെ അനധികൃതമായി ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്തു കൊണ്ടുവന്നിട്ടുണ്ടോ? അത് പരിശോധിക്കണം. ബന്ധപ്പെട്ട മണ്ഡലത്തിൽ സ്ഥിരതാമസമല്ലാത്ത ആളുകളെ മറ്റേതെങ്കിലും സ്ഥലത്തുനിന്ന് അനധികൃതമായി ഷിഫ്റ്റ് ചെയ്തു കൊണ്ടുവന്നിട്ടുണ്ടോ? പെർമനന്റ് ഓർഡിനറി റെസിഡൻസ് എന്നാണ് പറയുക. അതായത് സ്ഥിരതാമസക്കാർക്കാണ് ബന്ധപ്പെട്ട സ്ഥലങ്ങളിൽ വോട്ടുണ്ടാവേണ്ടത്. അപ്പോൾ സ്ഥിരതാമസക്കാരല്ലാത്ത ആളുകളെ അന്യായമായി, നിയമവിരുദ്ധമായി, അനധികൃതമായി ഏതെങ്കിലും ഒരു മണ്ഡലം പിടിക്കാൻ വേണ്ടിയിട്ട് വോട്ട് ഷിഫ്റ്റ് ചെയ്തു കൊണ്ടുവന്നിട്ടുണ്ടോ? ഇത് സംബന്ധിച്ച് ഗൗരവത്തിലുള്ള പരിശോധന നടത്തണം, അന്വേഷണം നടത്തണം. അന്വേഷണം നടത്തിയിട്ട് ഇങ്ങനെ
ബൾക്ക് ട്രാൻസ്ഫർ നടത്തിയ സംഭവങ്ങളുണ്ടെങ്കിൽ ആ സംഭവത്തെ സംബന്ധിച്ച് അടിയന്തര നടപടി സ്വീകരിക്കാൻ ജില്ലാ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരും സംസ്ഥാന തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരും തെരഞ്ഞെടുപ്പ് കമ്മീഷനും തയ്യാറാവണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. താങ്ക് യു. ആരാണ് എങ്ങനെയാണ് എന്നതിനെ കുറിച്ച് എന്തെങ്കിലും സൂചനകളുണ്ടോ? ആരാണ് ഈ വോട്ട് ചേർക്കുന്നതിന് പിന്നിൽ ആരാണെന്ന് എന്തെങ്കിലും സൂചനകൾ? ഞങ്ങൾക്ക് ചില സൂചനകളൊക്കെ ഉണ്ട്. പക്ഷെ സൂചനയെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഞാനാരും ഇപ്പം കുറ്റപ്പെടുത്താൻ തയ്യാറല്ല. പക്ഷെ വലിയ നിലയിൽ അസ്വാഭാവികമായ വിധത്തിൽ, അസാധാരണമായ വിധത്തിൽ വോട്ട്, കള്ളവോട്ട് കൂട്ടിച്ചേർക്കലും അതുപോലെ അനധികൃതമായ വിധത്തിലുള്ള ട്രാൻസ്ഫറും നടക്കുന്നുണ്ട് എന്നുള്ളതാണ് പ്രാഥമിക പരിശോധനയിൽ കാണാൻ വേണ്ടി കഴിയുന്നത്. വിശദാംശങ്ങൾ ഞാൻ പിന്നീട് നിങ്ങളുമായിട്ട് പങ്കുവെക്കും. ഇത്തരത്തിലുള്ള കൂട്ടിച്ചേർക്കലുകൾ ഒരു പുതുമയുള്ള കാര്യമല്ലല്ലോ, പണ്ട് തൊട്ടേ നടക്കുന്നതാണ്. അങ്ങനെ ഉണ്ടായാൽ പരാതി കൊടുത്ത് അനർഹരെ ഒഴിവാക്കും. അതിന് CPM പോലുള്ള ഒരു സംഘടന, ഗ്രാസ്റൂട്ട് ലെവലിൽ സംഘടനാ സംവിധാനമുള്ള ഒരു പാർട്ടിക്ക് അത് ചെയ്യാവുന്നതല്ലേ ഉള്ളൂ. അതാണ് ഞാൻ പറയുന്നത്. അതായത് BLO വെരിഫിക്കേഷൻ നടത്തണം, BLE ഇത് അറിയണം. പഴയതുപോലെയല്ല, ഫോറം ഫില്ലപ്പ് ചെയ്ത് കൊടുത്ത് പോയി വില്ലേജ് ഓഫീസിൽ പോയിട്ട് നോക്കി നിന്നിട്ടല്ല ഇപ്പോൾ ഉള്ള നടപടിക്രമങ്ങൾ നടക്കുന്നത്. ഓൺലൈനായിട്ടാണ് വോട്ട് അപേക്ഷിക്കുന്നത്. BLOമാർക്കാണ് അതിൻ്റെ വിവരം കിട്ടുന്നത്. ഓരോ സ്ഥലത്തും എത്ര അപേക്ഷ ലഭിച്ചിട്ടുണ്ട് എന്നത് സംബന്ധിച്ചുള്ള വിവരം കിട്ടുന്നത് BLOനാണ്. BLOമാർ കിട്ടിയ വിവരങ്ങൾ BLAമാർക്ക് പങ്കുവെക്കണം. അതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് ഒബ്ജക്ഷനും മറ്റും ഉന്നയിക്കേണ്ടത്. പക്ഷേ ഇവിടെ BLOമാർക്ക് തന്നെ ഈ വിവരമില്ല എന്നുള്ളതാണ് പ്രാഥമിക പരിശോധനയിൽ ഞങ്ങൾക്ക് മനസ്സിലാകുന്നത്. അതുകൊണ്ട് തന്നെ BLOമാർക്ക് ഇല്ലാത്തതുകൊണ്ട് BLAമാർക്കും അറിയില്ല. അതല്ലേ ഞാൻ പറയുന്നത്. ഒരു വോട്ടർ, അതിലൊരാൾ BLA തന്നെയാണ്, ഞങ്ങളുടെ ഒരു BLA തന്നെയാണ്. വോട്ടർ പട്ടികയിൽ പേര് ചേർത്തത് സംബന്ധിച്ചുള്ള കാര്യം പരിശോധിക്കുമ്പോഴാണ് അയാൾ ചേർക്കാത്ത വോട്ട് അയാളുടെ അക്കൗണ്ടിൽ ചേർത്തായിട്ട് കാണുന്നത്. അപ്പം ഞാൻ ചേർക്കാതെ വോട്ട് എൻ്റെ അക്കൗണ്ടിൽ ചേർത്തായിട്ട് കാണണമെങ്കിൽ അത് ഇവിടെ ജില്ലയിൽ നിന്ന് ചെയ്യാൻ കഴിയുന്നതല്ല, അത് സംസ്ഥാന അടിസ്ഥാനത്തിൽ ചെയ്യാൻ കഴിയുന്നതല്ല, അത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മാത്രമേ അങ്ങനെ ചെയ്യാൻ കഴിയും. അതെന്താണ് സംഭവം എന്നുള്ളത് പരിശോധിക്കണം. ഞാനിപ്പോൾ ഒരു കുറ്റാരോപണം നടത്തുന്നില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചിട്ടുള്ളത് അത് പരിശോധിക്കണം. പരിശോധിക്കുന്നതിൻ്റെ കൂടെ അസാധാരണമായ വിധത്തിൽ അപേക്ഷകൾ വന്നിട്ടുണ്ട്. ആ അപേക്ഷകൾ വെരിഫൈ ചെയ്യാൻ വേണ്ടി കഴിയുന്ന വിധത്തിൽ ലഭിച്ച അപേക്ഷകൾ BLOമാർക്ക് ലഭ്യമാകുന്നില്ല. BLOമാർക്ക് ലഭ്യമാകുന്നില്ല എന്ന് മാത്രമല്ല, BLOമാർക്ക് ലഭ്യമാകാത്തതുകൊണ്ട് BLAമാർക്കും അത് ലഭിക്കുന്നില്ല. അതുകൊണ്ട് ഒബ്ജക്ഷൻ ഉന്നയിക്കാൻ കഴിയുന്നില്ല.